അപ്പോൾ തുടങ്ങാം. ഞങ്ങളെ കണ്ട് പുള്ളി ഒരു സെക്കൻഡ് അവിടെ നിന്നതിന് ശേഷം പുള്ളി ഒറ്റ ഓട്ടം ഞങ്ങളുടെ നേരെ ഓടുകയാണ്. അപ്പോൾ ആ സമയത്ത് ചെക്ക് ചെയ്യുക എന്ന വ്യാജേന ഞാൻ അവിടെ പോയി നിന്നിട്ട് ഇവർ ശരിക്കും അവിടെ എന്താണ് ചെയ്യുന്നതെന്ന് കണ്ടുപഠിക്കലാണ് എൻ്റെ പരിപാടി. അപ്പോൾ ഞാൻ അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കണം. അവൻ്റെ ജീവിതത്തിൽ പുതിയ പ്രകാശം ഞാൻ കൊണ്ടുവരണം. ഈ കൈ രണ്ടും ഇങ്ങനെ തലയിലൊക്കെ അടിച്ചിട്ട് അയ്യോ 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പുള്ളി ഓടുന്നത്. അതിനുശേഷം ഈ പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് എന്നെ പണിയായി ചെയ്തതെന്ന് ചോദിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, എന്നാ പണി? നല്ല പണിയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ തുടങ്ങാം. ഞാൻ പഠിത്തമൊക്കെ കഴിഞ്ഞാൽ ജോലി അന്വേഷിച്ച് നടക്കുന്ന കാലം. ഞാൻ ആദ്യമായിട്ട് ജോലി ചെയ്യുന്ന കേരളത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സഞ്ചാരിയുടെ സ്ഥാപനത്തിലാണ്. പുള്ളിക്ക് പലതരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്ന ഒരു കോളേജാണ്. അപ്പോൾ ഞാൻ അവിടെ എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവർക്ക് ഈ കോളേജ് ഒന്നും കൂടെ റിനോവേറ്റ് ചെയ്തൊരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ, വലിയൊരു കോളേജ് പോലെ പണിയാൻ വേണ്ടിയുള്ള പ്ലാനുണ്ട്. അപ്പോൾ അവരുടെ ഇതിൻ്റെ നോട്ടത്തിനൊരു എഞ്ചിനീയറായിട്ടാണ് എന്നെ അവർ ഹയർ ചെയ്യുന്നത്. അങ്ങനെ ജോലിക്കാരനായിട്ട് ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇവർക്ക് ഈ കൺസ്ട്രക്ഷൻ അത്ര പെട്ടെന്ന് നടത്തണമെന്ന് പ്ലാനൊന്നുമില്ല. ഇതൊരു ലോങ് ടൈം പരിപാടിയായിട്ടാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പതുക്കെയൊക്കെ നീങ്ങിയേച്ചാൽ മതി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ടു, കോൺട്രാക്ടറുടെ ഒരു സൂപ്പർവൈസർ, ഒരു പ്രായമുള്ള ഒരു മനുഷ്യനും ഒരു 3-4 അന്യസംസ്ഥാന തൊഴിലാളികളും അവിടെയുണ്ട്. ഇതാണ് അവിടെ ആകെയുള്ള മാൻ പവർ എന്ന് പറയുന്നത്. ഒരു സാധാരണ നല്ല ഫ്ലോയിൽ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് 1 മണിക്കൂറിൽ എത്ര പണി നടക്കുമോ അത്രയും പണി മാത്രമാണ് ഇവിടെ ഒരു ദിവസം കൊണ്ട് ഇവർ നടത്തുന്നുള്ളൂ. ഒന്നാമത്തെ കാരണം അത്രേ ആളേ ഉള്ളൂ. രണ്ടാമത്തെ കാരണം ഓണേഴ്സിന് ഇത് അത്ര സ്പീഡിൽ നടത്തണമെന്നും പ്ലാനില്ല. അതുകൊണ്ട് തന്നെ പഠിത്തം കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് കാര്യങ്ങളെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാതെ ഇറങ്ങി എനിക്കിതൊരു നല്ല സ്ഥലമായിട്ടാണ് തോന്നിയത്. കാരണം ഒരുപാട് വലിയ റെസ്പോൺസിബിലിറ്റീസ് ഇല്ല, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് തല പോയിക്കേണ്ടതില്ല. ഏറ്റവും ബേസിക് ആയിട്ട് എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. പക്ഷേ അവിടെയുള്ള സൂപ്പർവൈസറും 4 പണിക്കാരും എൻ്റെ അടുത്ത് എപ്പോഴും സാറേ സാറേ എന്നും പറഞ്ഞ് ഇങ്ങനെ വരികയും ചെയ്യും. അതുകൊണ്ട് അവരുടെ മുമ്പിൽ എല്ലാം അറിയാവുന്ന ഒരാളിനെ പോലെ ഞാനിങ്ങനെ ആക്ട് ചെയ്ത് നിൽക്കും. ചെറിയ ചെറിയ പണികളുടെ സമയത്ത് ഇവരെന്നെ വിളിച്ചിട്ട് സാർ ഒന്ന് ചെക്ക് ചെയ്തോ എന്നൊക്കെ പറയും. അപ്പോൾ ആ സമയത്ത് ചെക്ക് ചെയ്യുക എന്ന വ്യാജേന ഞാൻ അവിടെ പോയി നിന്നിട്ട് ഇവർ ശരിക്കും അവിടെ എന്താണ് ചെയ്യുന്നതെന്ന് കണ്ടുപഠിക്കലാണ് എൻ്റെ പരിപാടി. ഒരു ദിവസം ഇതിൻ്റെ എല്ലാം ഒരു ഓവറോൾ മേൽനോട്ടം നടത്തുന്ന ഒരാളുണ്ട്. പുള്ളി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഈ കോളേജിനോടനുബന്ധിച്ച് ഒരു ഹോസ്റ്റലും കൂടെ പണിയാൻ പ്ലാനുണ്ട്. അത് ഇവിടുന്ന് ഈ ഒരു 150 മീറ്റർ അപ്പുറത്തേക്ക് മാറി ഈ കോമ്പൗണ്ടിനകത്ത് തന്നെ പണിയാനാണ് പ്ലാൻ. പക്ഷേ തൊട്ടടുത്ത് തന്നെ കർക്കിടക മാസമോ അങ്ങനെ എന്തോ ഒരു മാസം വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പണി തുടങ്ങുന്ന ഐശ്വര്യമല്ല. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം, പിന്നെ അതെപ്പോൾ വേണേൽ നടത്തിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. ഞാൻ എന്തിനും ഓക്കെ. അപ്പോൾ തന്നെ പുള്ളി എന്നെയും അവിടുത്തെ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ വിളിച്ച് സ്ഥലം കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി. കുറച്ചങ്ങോട്ട് നടന്നു ചെന്നപ്പോൾ പറമ്പിനകത്ത് അവരുടെ സ്ഥലത്തിൻ്റെ അതിരിലൊരു സ്ഥലം എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഏകദേശം ഇവിടെയായിട്ടാണ് നമ്മൾ പണിയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്തേരെ, ഇതാണ് നമ്മുടെ അതിര്. ഈ അതിരിൽ നിന്നൊരു 6 അടി വിട്ടിട്ട് ഇവിടെ ഒരു വാനം അങ്ങ് എടുത്ത് തുടങ്ങിയേക്കാം. ഇത്ര നീളത്തിൽ ഇത്ര അടിയിൽ ഒരു വാനം എടുത്തങ്ങ് തുടങ്ങിയേക്കാം എന്ന് പറയുന്നു. ഒന്നാമത്തെ കാര്യം വാ ചെയ്തേക്കാമെന്ന് പറഞ്ഞ് തലകുലുക്കി പോയെങ്കിലും എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. രണ്ടാമത്തെ കാര്യം, ഈ വാനം എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് കേട്ടിട്ട് മനസ്സിലായതുമില്ല. പക്ഷേ പുള്ളിയുടെ സംസാര ഭാഷയിൽ നിന്നും പണിക്കാരൻ്റെ കയ്യിലിരിക്കുന്ന കൈക്കോട്ടും തൂമ്പയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി എക്സ്കവേഷനാണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായി. ഞാനെല്ലാം അറിയാവുന്ന പോലെ ആക്ട് ചെയ്തൊക്കെ തന്നെ വീണ്ടും അവിടെ നിന്നു. അപ്പോൾ ആ പുള്ളി അവസാനമായിട്ട് ആ സ്ഥലം ഒന്നുകൂടെ കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ജസ്റ്റ് ഒരു വാനം എടുക്കുക, തുടങ്ങി വെക്കുക, അത്രേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നിർത്തിയേക്കാമെന്ന് പറയുന്നു. എന്നിട്ട് പുള്ളി പറഞ്ഞു, എന്നാൽ ഞാൻ പൊക്കോട്ടെ, എനിക്ക് അവിടെ പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പുള്ളിയെ പറഞ്ഞു വിടുന്നു. അതിനുശേഷം ഞാൻ നമ്മുടെ അതിഥി തൊഴിലാളി ഹെൽപ്പറിനോട് പറയുന്നു, ഇന്ന വീതിയിൽ ഇന്ന ഇതിൽ ഈ സാധനം അങ്ങ് എടുത്തോളാൻ പറയുന്നു. അങ്ങനെ പുള്ളി പണി തുടങ്ങുന്നു. അങ്ങനെ പണിയൊക്കെ ഞാനിങ്ങനെ 5 മിനിറ്റോളം ഇങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച് സംസാരിക്കുക ഇവൻ്റെ അടുത്ത് എന്ന് വിചാരിച്ച് ഞാൻ ഇവൻ്റെ അടുത്ത് പല കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. പേരെന്താണ്, നാടെവിടെയാണ്, എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ചോദിച്ചു വന്നപ്പോൾ ഞാൻ ഇവൻ്റെ അടുത്ത് ചോദിച്ചു, എത്ര വരെ പഠിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ പറഞ്ഞു, ഞാൻ സ്കൂളിലൊന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞു. ഉടനെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഏതോ ഒരു സാധനം എണീറ്റു. അതായത് ഞാൻ PG കഴിഞ്ഞിട്ട് വന്നവൻ, ഈ എൻ്റെ മുമ്പിൽ നിന്ന് പണിയെടുക്കുന്നവൻ സ്കൂളിലേ പോയിട്ടില്ലാത്തവൻ. അപ്പം ഞാൻ അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കണം. അവൻ്റെ ജീവിതത്തിൽ പുതിയ പ്രകാശം ഞാൻ കൊണ്ടുവരണം. ഇങ്ങനെയൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് ചിന്തിക്കാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ പതുക്കെ ഇവനെ അങ്ങ് ഉപദേശിക്കാൻ തുടങ്ങി. പഠനത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന അത്ര വലിയ കാര്യമാണ്. ജീവിതത്തിൽ ഉന്നതിയിലെത്തണമെങ്കിൽ നിങ്ങൾക്ക് പഠനം വേണം. അതുകൊണ്ട് തന്നെ ഈ ജോലിയൊന്നുമല്ല കാര്യം, എത്രയും പെട്ടെന്ന് പഠിക്കാനുള്ളതിനെക്കുറിച്ച് നോക്കൂ. ഏത് പ്രായത്തിലും ആർക്ക് വേണേൽ പഠിക്കാം. അങ്ങനെ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ട് ഞാൻ നിറയെ കാര്യങ്ങൾ ഇവന് പറഞ്ഞു കേൾപ്പിക്കുകയാണ്. അപ്പോൾ ഇവൻ വളരെ സീരിയസ് ആയിട്ട് എൻ്റെ അടുത്ത്, ശരിയാണ് പഠിക്കാൻ പറ്റിയില്ല, പഠിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇവൻ പറഞ്ഞു, ഞാൻ എൻ്റെ അനിയത്തിമാരെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്ക് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, വെരി ഗുഡ്, നല്ല കാര്യം, നീ അവരെ പഠിപ്പിക്കണം, അതിനുശേഷം തിരിച്ചു പോയിട്ട് നീ പഠിക്കണം, പഠിച്ചുന്നതിയിലെത്തണം. എല്ലാത്തിൻ്റെയും കൂടെ ഞാൻ ഒരു ആവശ്യമില്ലാത്ത വർത്താനം കൂടെ പറഞ്ഞു. നീ കണ്ടോ, ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു ജോലി കിട്ടിയത്. നീയും പഠിച്ചു കഴിയുമ്പോൾ നിനക്ക് ഇതുപോലത്തെ നല്ല ജോലികൾ കിട്ടും എന്ന് പറയുന്നു. വളരെ ഭവ്യതയോടും റെസ്പെക്റ്റോടും ഞാൻ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ അവൻ കേട്ടോണ്ടിരുന്ന് അവൻ വാനം എടുത്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ സമയം ഒരു 1/4 മണിക്കൂറോളം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ഈ സ്ഥലം കാണിച്ചു തന്ന ആള് വീണ്ടും ആ വഴിക്ക് വരുന്നു. ചുമ്മാ ഒന്നും നോക്കിയേക്കാമെന്ന് വിചാരിച്ചാണ് പുള്ളി വരുന്നത്. അപ്പോൾ പുള്ളി ഇങ്ങനെ ഒരു ഇറങ്ങി വരുന്നു. പുള്ളി ഇങ്ങനെ ഞങ്ങളെ സൂക്ഷിച്ചു നോക്കുന്നു. ഞങ്ങളെ കണ്ട് പുള്ളി ഒരു സെക്കൻഡ് അവിടെ നിന്നതിന് ശേഷം പുള്ളി ഒറ്റ
ഓട്ടം ഞങ്ങളുടെ നേരെ ഓടുകയാണ്. ഈ കൈ രണ്ടും ഇങ്ങനെ തലയിലൊക്കെ അടിച്ചിട്ട് അയ്യോ 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പുള്ളി ഓടുന്നത്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, ഇയാൾക്ക് എന്നെ തലയ്ക്ക് വല്ല ഓളമുണ്ടോ, ഇയാളെന്തിനാ ഈ കിടന്ന് ഇങ്ങനെ കാറിക്കൊണ്ട് ഓടി വരുന്നതെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങോട്ട് പുള്ളി ഓടി വന്നിട്ട് ഈ പണിക്കാരനിട്ട് ഒറ്റ അടിയാണ് ആദ്യം തന്നെ. എന്തുകൂടെ ഈ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു. പുള്ളിക്ക് ഭാഷ അറിയത്തില്ല, അതുകൊണ്ട് തന്നെ പുള്ളി മലയാളത്തിലും തമിഴിലും ഒക്കെ ആയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ബംഗാളിൽ നിന്ന് വന്ന ആളിനോട് പറയാൻ ശ്രമിക്കുകയാണ്. പുള്ളിക്കൊന്നും മനസ്സിലാകുന്നില്ല. പുള്ളി അപ്പോൾ എന്നെ നോക്കുന്നു, ഇയാളെ ഇങ്ങനെ മാറി നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഈ പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് എന്നെ പണിയായി ചെയ്തതെന്ന് ചോദിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ലേ. ഞാൻ ചോദിച്ചു എന്നാ പണി, നല്ല പണിയല്ലേ എന്ന് ചോദിച്ചു. ഉടനെ പുള്ളി പറഞ്ഞു നല്ല പണിയായി, ഇത് എന്നെ ഈ കാണിക്കുന്നേ എന്ന് പറയുന്നു. അപ്പോഴും എനിക്ക് കാര്യം മനസ്സിലാകുന്നില്ല. പുള്ളി എന്നോട് പറഞ്ഞു, ഇനി വന്നേ ഞാൻ കാണിച്ചു തന്ന അതിരേതാണെന്ന് പറയാമെന്ന് ചോദിച്ചു. എന്നാൽ ഞാൻ വിളിച്ച് ചൂണ്ടിക്കാണിച്ചത് ഇതാണ് നിങ്ങൾ കാണിച്ച അതിര്. കോൺഫിഡൻസോടെ ഞാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു അത് തന്നെയാണ് അതിര്, എന്നിട്ട് ഇതെന്താ ഈ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്ത് ചെയ്തെന്നായി പറയുന്നതെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് അതിര് ഇതാണ്, ഇതിനിപ്പുറത്തേക്കാണ് ഇവരുടെ സ്ഥലം, അപ്പുറത്തേക്ക് വേറൊരാളുടെ സ്ഥലമാണ്. ഇവർക്ക് ഹോസ്റ്റൽ പണിയാൻ വേണ്ടി വാനം ഇവിടെ എടുക്കുന്നതിന് വരെ ഞാൻ വല്ലോൻ്റെയും പറമ്പിലാണ് ഇവനെ കൊണ്ട് എടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളി ഉടനെ പറഞ്ഞു, നിങ്ങൾ എന്ത് പരിപാടിയായി കാണിച്ചത്? ഈ സ്ഥലമെന്ന് പറയുന്നത് ഞങ്ങളുമായിട്ട് സ്ഥിരമായിട്ട് ഉടക്കുണ്ടാക്കുന്ന ഒരാളുടെ സ്ഥലമാണ്. ഞങ്ങളെങ്ങാനും ഈ പറമ്പിൽ കയറി ഇത് വല്ലതും ചെയ്തു എന്ന് വല്ലതും അയാൾ അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് കേസായി വഴക്കായി വലിയ പ്രശ്നമായിട്ട് മാറും. ഇതാകെ കുഴപ്പിക്കാനാണോ നിങ്ങൾ വന്നതെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് പണി പാളിയ കാര്യം മനസ്സിലായത്. പുള്ളി പറഞ്ഞു, ഇതൊന്ന് വേഗം നിന്നാൽ ഒന്ന് മൂടി ഒന്ന് ഒഴിവാക്കിയേക്കാം, അയാൾ കണ്ട് മനസ്സിലാക്കുന്നതിന് മുമ്പേ ഒന്ന് മൂടിച്ചേക്കാവെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ശരി ഓക്കെ എന്ന് പറയുന്നു. പുള്ളി ഉടനെ എനിക്ക് തിരിച്ചു പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ടാണെന്ന് പറഞ്ഞ് പുള്ളി തിരിച്ചു പോകുന്നു. ഞാൻ പുള്ളിയെ പറഞ്ഞു വിടുന്നു. അതിനുശേഷം എനിക്ക് മനസ്സിലായി പണിക്കാരനും കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല, അവന് ഭാഷ മനസ്സിലായിട്ടില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ ജസ്റ്റ് അവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്തതേ ഉള്ളൂ, പിന്നെ JCBക്ക് വന്ന് മണ്ണെടുക്കാനുള്ളതാണ്. ഈ മണ്ണ് എങ്ങനെയാണ് ഉറപ്പുള്ളതാണോ എന്ന് നോക്കാൻ വേണ്ടി നിന്നെ കൊണ്ട് വെറുതെ ഒരു കുഴി എടുപ്പിച്ചാണ്, ആ കുഴി അങ്ങ് മൂടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഇവൻ ശരി സാർ എന്ന് പറഞ്ഞ് അതേ റെസ്പെക്റ്റോടെ തന്നെ ഇവൻ കുഴി മൂടുകയാണ്. അപ്പോൾ ഇവൻ കുഴി മൂടുന്നത് ഞാൻ വീണ്ടും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ ഒന്ന് പുറകോട്ട് ആലോചിച്ചു. ഇവൻ ആ കുഴി എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അടച്ചിട്ടേ ഇല്ല. അവൻ്റെ അടുത്ത് എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയും അറിവ് എങ്ങനെ ഒരു സമ്പത്താകുന്നു തേങ്ങയാകുന്നു എന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ PhD ലെവൽ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ഞാൻ അവൻ ആ കുഴി തിരിച്ചു മൂടുമ്പോൾ മിണ്ടാതിരിക്കുക. സത്യത്തിൽ ആ ഒരു സമയത്താണ് ഞാൻ ഈ പഠനം എന്ന് പറയുന്ന സാധനമല്ല, അല്ലെങ്കിൽ സ്കൂളിലോ കോളേജിലോ നിങ്ങൾ കുറേ പോയതോ വന്നതോ ഒന്നുമല്ല കാര്യം എന്നുള്ളത് ശരിയായിട്ട് മനസ്സിലാക്കിയെടുത്ത മൊമെൻ്റ് ആയിരുന്നു അത്. ജീവിതത്തിൽ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും മനുഷ്യരെ എല്ലാവരെയും തുല്യമായിട്ട് കാണണമെന്നും ഹംബിൾനെസ് ഉണ്ടാകണമെന്നും ആവശ്യമില്ലാത്ത ജാട എവിടെയും പോയി ഇറക്കരുതെന്നും ഉള്ള പാഠം ആരും പറയാതെ തന്നെ ഞാൻ സ്വയം മനസ്സിലാക്കിയെടുത്തൊരു മൊമെൻ്റ് ആയിരുന്നു അത്. ഇതിനെല്ലാം പുറമെ ഇവൻ്റെ അടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ നല്ല ജോലി കിട്ടുമെന്ന് ഞാൻ പറയുമ്പോൾ അവൻ എൻ്റെ ഇരട്ടി ശമ്പളം മാസം മേടിക്കുന്നവനാണ്. അവിടെ നിന്ന് നോക്കിയാൽ വലിയ ഹൈ റൈസ് ബിൽഡിങ്സ്, വലിയ മാൻഷൻസ് പോലെയുള്ള വീടുകൾ, പാലം, റോഡ്, വാഴയ്ക്ക, തേങ്ങ, അങ്ങനെ ഇഷ്ടം പോലെ കൺസ്ട്രക്ഷൻസ് പിന്നീട് അങ്ങോട്ടുള്ള ഒരുപാട് വർഷങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം തുടക്കം ഈ ഒരു ഹംബിൾ ബിഗിനിങ്ങിലാണ്. അഹങ്കാരം എന്ന് പറയുന്ന പരിപാടി കാണിക്കരുതെന്നും ആവശ്യമില്ലാത്ത ജാട ഇറക്കരുതെന്നുമുള്ള കാര്യം എന്നെ പഠിപ്പിച്ച ഈ ഒരു സംഭവമാണ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജോലി ചെയ്തുള്ള ജീവിതത്തിൽ ആദ്യത്തെ എൻ്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഓർമ്മ എന്ന് പറയുന്നത്. ഒന്നാലോചിച്ചാൽ ഞാൻ ആ ഒരു സംഭവം നടന്നതിൽ വളരെ സന്തോഷവാനുമാണ്. കാരണം ജീവിതത്തിലെ നല്ലൊരു പാഠം പഠിപ്പിച്ച് തന്ന ഒരു അല്പം നാണം കെട്ടെങ്കിലും ആ ഒരു സംഭവമാണ്. അതിനുശേഷം കുറച്ചും കൂടി ഒരു ബെറ്റർ മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് ഉറപ്പായിട്ടും പറയാനും പറ്റും. ഇതേപോലെ തന്നെ ഞാൻ ഈ പറയുന്ന കാര്യം ഏതെങ്കിലും സ്റ്റുഡൻസ് കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. പക്ഷേ എന്തിനാണ് ഇത് പഠിക്കുന്നത്, ഇത് ജീവിതത്തിൽ എവിടെയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ അടുത്ത് ഒരു ടീച്ചർമാരും സാധാരണ പറയാറില്ല. എന്താണ് പഠിപ്പിക്കുന്നത് എന്നതിനപ്പുറത്തേക്ക് എന്തിനാണ് ഇത് പഠിക്കുന്നത്, എവിടെയാണ് ഇത് ഉപയോഗപ്പെടുന്നത് എന്നുള്ള കാര്യം കൂടെ പഠിച്ചു വെക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്കത് വളരെയധികം ഉപകാരപ്പെടും. ഞാനിപ്പോൾ ഈ കഥ പറഞ്ഞു പിന്നീട് അങ്ങോട്ട് ഒരുപാടധികം കൺസ്ട്രക്ഷൻ്റെ എല്ലാം ഭാഗമായിട്ട് ഞാൻ നിന്നിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഞാൻ ഒരുപാടധികം അന്യസംസ്ഥാന തൊഴിലാളികളുമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. യുവന്മാരുടെ ഇടയിൽ നിന്ന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തതുപോലത്തെ ഒരുപാടധികം കഥകളും സംഭവങ്ങളും എല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപാട് സംഭവങ്ങളിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഇനി ഞാൻ വരുമ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാം. സോ ടിൽ വി മീറ്റ് അഗൈൻ, ദിസ് ഈസ് യുവർ നെയ്ബർ മല്ലു, RJ ഷെറിൻ, സൈനിങ് ഓഫ്.